ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നെക്സ്റ്റ് ജെ എസിൻ്റെ ഇൻസ്റ്റാളേഷനെ പറ്റിയാണ്. അപ്പോൾ ഇൻസ്റ്റാളേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നെക്സ്റ്റ് ജെ എസ് എന്താണെന്നുള്ള ചെറിയൊരു ഐഡിയ വരുത്താം. ആക്ച്വലി നെക്സ്റ്റ് ജെ എസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള വെബ് അപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിയാക്ട് ജെ എസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക്. അതായത് റിയാക്ട് ജെ എസിൻ്റെ ഒരു മോഡേൺ ഫ്രെയിം വർക്ക് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ജെ എസിനെ പറയാൻ പറ്റും. ഇപ്പോൾ നെക്സ്റ്റ് ജെ എസിൻ്റെ 15 വേർഷൻ, അതായത് നെക്സ്റ്റ് ജെ എസ് 15 ആണ് നമുക്ക് ഇപ്പോൾ ഡൗൺലോഡ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ജെ എസിന് പ്രത്യേകിച്ച് ഇൻസ്റ്റാളേഷൻ എന്നുള്ള രീതി മാത്രമായിട്ടില്ല, നെക്സ്റ്റ് ജെ എസ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ജെ എസിൻ്റെ ഇൻസ്റ്റാളേഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ജെ എസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് റിയാക്ട് ജെ എസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നോഡ് അതുപോലെ തന്നെ NPM പാക്കേജിൻ്റെ ഇൻസ്റ്റാളേഷൻ നേരത്തെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ടാകണം. ഇപ്പോൾ നോഡ് ജെ എസിൻ്റെ ഇൻസ്റ്റാളേഷൻ അറിയാത്തവരാണെങ്കിൽ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ജെ എസിൽ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പ്രാക്ടിക്കലിലൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു നെക്സ്റ്റ് ജെ എസ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ സിസ്റ്റത്തിൽ നോഡ് ജെ എസ് ഇൻസ്റ്റാൾഡ് ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. സോ ഇവിടെ താഴെ സെർച്ച് ഏരിയയിൽ നോഡ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോഡ് ജെ എസ് ആപ്പ് ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇനി ഞാൻ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സിസ്റ്റത്തിലൊരു ഫോൾഡർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ദിസ് PC, ഇതിൽ C ഡ്രൈവ്, ഇതിൽ കുറേ ഫോൾഡേഴ്സ് ഉണ്ട്. ഇതിൽ ഞാൻ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോൾഡർ എന്ന് പറയുന്നത് ഇവിടെ മൈ നെക്സ്റ്റ് പ്രൊജക്റ്റ്, ഈ രീതിയിൽ ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നേരത്തെ കുറച്ച് ടെസ്റ്റ് പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോൾഡേഴ്സാണ്, ആപ്പിൻ്റെ ഫോൾഡേഴ്സാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നെക്സ്റ്റിൻ്റെ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ടെർമിനലാണ് ഉപയോഗിക്കുന്നത്. ടെർമിനൽ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്നുകിൽ കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിക്കാം. ഇനി അതല്ല ഗിറ്റ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ഗിറ്റ് ബാഷ് ഗിറ്റിൻ്റെ ടെർമിനൽ ഉപയോഗിക്കാം. ഇനി അതല്ല എങ്കിൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അതിലൊക്കെ ടെർമിനൽ അവൈലബിൾ ആണ്. ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും ടോപ്പിൽ അഡ്രസ് ബാറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, CMD ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നെക്സ്റ്റ് പ്രോജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ റിയാക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ റിയാക്റ്റ് യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം അതിൻ്റെ കമാൻഡ് എന്താണെന്നുള്ളത്. അപ്പോൾ അതേ രീതിയിലൊരു കമാൻഡ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ പേര് മൈ നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്നാണ്, അല്ലെങ്കിൽ മൈ നെക്സ്റ്റ് ആപ്പ് എന്ന് കൊടുക്കാം. അപ്പോൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി NPX സ്പേസ് ക്രിയേറ്റ് -നെക്സ്റ്റ് -ആപ്പ് ശേഷം latest സ്പേസ് ഇട്ടതിന് ശേഷം നമുക്ക് ആപ്പിൻ്റെ പേര് കൊടുക്കാം, മൈ നെക്സ്റ്റ് ആപ്പ്. ഈ ഒരു കമാൻഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ NPX ക്രിയേറ്റ് -നെക്സ്റ്റ് -ആപ്പ് latest ഇത്രയാണ് കമാൻഡ് വരുന്നത്. മൈ നെക്സ്റ്റ് ആപ്പ് എന്നുള്ളത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ നെയിമാണ്. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ എൻ്റർ കീ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റ് ക്രിയേറ്റിംഗ് സ്റ്റെപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതൊരു കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സായിരിക്കും. അതിനിടയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ടൈപ്പ് സ്ക്രിപ്റ്റ് എന്താണ്, വുഡ് യു ലൈക്ക് ടു യൂസ് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് റിയാക്റ്റ്, ആംഗുലർ, അതുപോലെ തന്നെ നെക്സ്റ്റ് JS ആപ്ലിക്കേഷൻ ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന് പകരം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്.
ഇപ്പോൾ നമ്മൾ തൽക്കാലം അത് യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഡിഫോൾട്ടായിട്ട് നോ ആണ് കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് സ്ക്രിപ്റ്റ് അറിയുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതർവൈസ് നമുക്ക് നോ കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ നോർമൽ ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ നമ്മളിവിടെ നോ എൻ്റർ കൊടുക്കുക. ഇനി രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ദ ലിൻറ്റർ വുഡ് യു ലൈക്ക് ടു യൂസ് എന്നുള്ളതാണ്. അതായത് ലിൻറ്റർ എന്ന് പറയുന്നത് അതൊരു ടൂളാണ്. അതായത് നമുക്ക് എറേഴ്സ്, അതായത് സിൻടാക്സ് എറേഴ്സ്, അങ്ങനെയുള്ള മിസ്പെല്ലിങ്സ്, അതുപോലെ തന്നെ കേളി ബ്രാക്കറ്റ്സ്, ഇതൊക്കെ മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റർ അല്ലെങ്കിൽ ഒരു ടൂളാണ് ES ലിൻഡർ എന്ന് പറയുന്ന ടൂള്. അപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് നമുക്ക് ഇവിടെ ES ലിൻഡർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് എൻ്റർ കൊടുത്ത് യൂസ് ചെയ്യാം. ഇനി ടെയിൽവിൻഡ് CSSൻ്റെ ഒരു ഫ്രെയിംവർക്ക് മോഡലാണ് ടെയിൽവിൻഡ് എന്ന് പറയുന്നത്. അതിവിടെ ഇപ്പം നമ്മൾ തൽക്കാലം യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കിത് നോ കൊടുക്കാം. ഇനി നമ്മുടെ കോഡുകൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ഡയറക്ടറീസ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് യെസ് കൊടുക്കാം. നോർമലായിട്ട് നമുക്ക് SRC എന്നുള്ള ഡയറക്ടറിയിൽ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ പേജുകൾ അല്ലെങ്കിൽ നമ്മുടെ JS ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സബ് ഡയറക്ടറികൾ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഒരു നല്ലൊരു അപ്രോച്ച് എന്ന് പറയുന്നത് സബ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഡിഫോൾട്ടായിട്ട് യെസ് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ആപ്പ് റൗട്ടറും ഇവിടെ റൗട്ടിംഗ് നമ്മുടെ പേജ് റൗട്ടേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, യെസ് കൊടുക്കാം. ഇനി ടെർബോ പാക്ക് ആണ്. ഇത് നമുക്ക് നമ്മുടെ സെർവറിനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്പീഡാക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ബണ്ട്ലർ, നമുക്ക് പാക്കേജ് ബണ്ട്ലായിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ടെർബോ പാക്ക് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മൾ റിയാക്റ്റിലൊക്കെ യൂസ് ചെയ്യുന്ന വൈറ്റ്, വെബ് പാക്ക്, ഇതിനൊക്കെ ഈക്വലൻ്റ് ആണ് ഈ ടെർബോ പാക്ക് എന്ന് പറയുന്ന ആ ഒരു ടൂള്. ഇത് നമുക്ക് ഡിഫോൾട്ടായിട്ട് യെസ് ആണ് വന്നിരിക്കുന്നത്. യെസ് നമുക്ക് എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് ഇമ്പോർട്ടിങ് വേണമെന്നുള്ളതാണ്, കസ്റ്റമൈസിങ് ചെയ്യണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മൾ ഡിഫോൾട്ടായിട്ട് നോ ആണുള്ളത്, അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. ഇത് നോർമലി ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ എല്ലാ പ്രോസസ്സും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, സക്സസ് ക്രിയേറ്റഡ് മൈ നെക്സ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ, ഈ പ്രൊജക്റ്റിനെ നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക്, ഇപ്പം നമ്മുടെ നിലവിലുള്ള സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ മെയിൻ ഡയറക്ടറി ആണ്. അതിൻ്റെ ഉള്ളിൽ, ആ ഡയറക്ടറിയുടെ ഉള്ളിൽ, അതായത് മൈ നെക്സ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഡയറക്ടറിയുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെ പേര് മൈ നെക്സ്റ്റ് ആപ്പാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എഡിറ്റർ നമുക്ക് ഓപ്പൺ ആക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. സോ അതിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമാൻഡ് കൊടുക്കാം, CD സ്പേസ് മൈ നെക്സ്റ്റ് ആപ്പ്. സ്പെല്ലിംഗ് ഇഷ്യൂ ഉണ്ട്, ജസ്റ്റ് ഒന്ന് മാറ്റാം. മൈ നെക്സ്റ്റ് ആപ്പ്. അപ്പോൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഇനിയിപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് കോഡ് സ്പേസ് ഡോട്ട് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ പ്രൊജക്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെയുള്ള ഡയലോഗിൽ ചോദിക്കാം. ഡയലോഗിൽ വരികയാണെങ്കിൽ യെസ് ട്രസ്റ്റ് ദ ഓർഡർ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ട്രീ നോഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. ഇതിൽ നമുക്ക് കുറേ നോഡ് മോഡൽസ്, പബ്ലിക്, SRC അങ്ങനെയുള്ള കുറേ ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ് കാണാൻ പറ്റും. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ
ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ പ്രൊജക്റ്റ് ഇൻസ്റ്റാളേഷൻ സക്സസ് ആണ്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പ്രൊജക്റ്റ് ബേസിക്കലി വർക്കിങ്ങിന് റെഡിയാണോ എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി വർക്കിങ്ങിന്, അതായത് സ്റ്റാർട്ടർ ഇനീഷ്യലൈസേഷൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു ബേസിക് റണ്ണിങ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബാക്കി നമ്മുടെ പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഇത് പെർഫെക്റ്റ് ആയിട്ട് റണ്ണിങ് ആണോ നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് റണ്ണിങ് ആണോ എന്ന് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടെർമിനൽ എടുക്കണം. അപ്പോൾ ടെർമിനൽ എടുക്കുന്നതിന് വേണ്ടി മെനുവിൽ ടെർമിനൽ, ന്യൂ ടെർമിനൽ എടുക്കുക. ഇത് നമ്മുടെ പവർ ഷെല്ലിൻ്റെ ടെർമിനലാണ്. ഈ പവർ ഷെല്ലിൻ്റെ ടെർമിനൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ കമ്പൈലേഷൻ ഇഷ്യൂസ് ഒക്കെ സാധാരണയായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ നമുക്ക് ഗിറ്റ് ഹബിൻ്റെ ഷെല്ല് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ബാഷ് യൂസ് ചെയ്യാം. ഗിറ്റ് ഹബ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ CMD യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ മൗസ് പോയിന്റർ ശ്രദ്ധിക്കുക, ഇവിടെ പവർ ഷെൽ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഗിറ്റ് ബാഷ് എടുക്കാം. ഗിറ്റ് ബാഷ് നമ്മൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കമാൻഡ് പ്രോംപ്റ്റ് നമുക്ക് നോർമലായിട്ട് അവൈലബിൾ ആവും. അപ്പോൾ ഞാൻ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു. ഓക്കെ, അതിനുശേഷം കൊടുക്കുന്ന കമാൻഡ് npm റണ്ണ് dev. ഞാനിപ്പോൾ ഡെവലപ്പർ മോഡിലാണ് റൺ ചെയ്യുന്നത്, അതുകൊണ്ട് npm റണ്ണ് dev. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് സെർവർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഇവിടെ ലോക്കൽ ഹോസ്റ്റ്, നെറ്റ്വർക്ക്, ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോക്കൽ ഹോസ്റ്റിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോർട്ട് നമ്പർ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. HTTP ലോക്കൽ ഹോസ്റ്റ് പോർട്ട് നമ്പർ 3000. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മൗസ് പോയിന്റർ വെക്കുക, ഫോളോ ലിങ്ക്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ട് ബ്രൗസറിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. മറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രൊജക്റ്റിൻ്റെ, അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഡിഫോൾട്ട് ആയിട്ടുള്ള വെൽക്കം സ്ക്രീനാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ റെഡിയാണ്, ആപ്ലിക്കേഷൻ വർക്കിംഗ് റെഡിയാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റിൻ്റെ ഡിഫോൾട്ട് ലോഗോ വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു പേജ് ഉണ്ടാവും ഇതിൽ, ആ പേജാണ് ഇവിടെ കാണിക്കുന്നത്. പേജിലാണ് നമുക്ക് ബേസിക്കലി ആ ഒരു സ്ക്രീന് കാണാൻ പറ്റുക. പിന്നെ ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ടുന്ന പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ പ്രൊജക്റ്റിനെ നമുക്കൊന്ന് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് Ctrl+C. ഓക്കെ, അപ്പോൾ ടെർമിനേഷൻ ചോദിക്കും, ടെർമിനേറ്റ് ബാച്ച് ജോബ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് യെസ് ആണ്. വൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമുക്ക് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു നെക്സ്റ്റ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമ്മൾ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് വീണ്ടും ഒന്ന് ഓപ്പൺ ആക്കുക എന്നുള്ളത് നോക്കാം. ഞാനിത് പ്രൊജക്റ്റ് ക്ലോസ് ചെയ്യാണ്. പ്രൊജക്റ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ തിരിച്ച് നമ്മുടെ ടെർമിനലിലേക്ക് തന്നെ വന്നു. ഇവിടെ നമുക്കൊന്നുകൂടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് കോഡ് സ്പേസ് ഡോട്ട്. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. പവർ ഷെല്ല് വന്നിട്ടുണ്ട്. കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. കമാൻഡ് പ്രോംപ്റ്റ് ആണ് ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം, npm റൺ dev. ഓക്കെ, ഓക്കെ, നേരത്തെ നമ്മൾ വന്ന ആ ഒരു സ്ക്രീന് തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. ക്ലോസ് ചെയ്തു. ഇനി ഡെവലപ്മെൻറ്റ് സെർവർ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി Ctrl+C, ടെർമിനേറ്റ് യെസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു നെക്സ്റ്റ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്യുന്നതും അതുപോലെ അത് ക്രിയേറ്റ് ചെയ്ത
കോഡ് ചെയ്തതിന് ശേഷമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എങ്ങനെയാണ് അതിനെ ഒരു ഡെവലപ്മെൻറ്റ് സെർവറിലൂടെ റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ഓരോ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനും അപ്ഡേറ്റ്സിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.